ഹായ് ഹലോ കഥാങ്കര പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂക്ക, ഖാലിദ് റഹ്മാൻ, ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമ ഡ്രോപ്പായി എന്ന് പറഞ്ഞു. അത് ഡ്രോപ്പായി എന്ന് കേട്ടപ്പോൾ, ആ ഒരു പ്രൊജക്ട് അവര് ഡ്രോപ്പ് ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഒരു വിഷമമൊക്കെ തോന്നി. കാരണം ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു അടിപൊളി പ്രൊഡക്ഷൻ ആണ്. അവർക്കിപ്പോ രണ്ട് സിനിമകളേ ഉള്ളൂ. ഒന്ന് മാർക്കോ, പിന്നെ ഒന്ന് കാട്ടാളൻ. അതും ഇറങ്ങിയിട്ടില്ല, റിലീസ് ആവാൻ പോണേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് അടിപൊളി എന്നുള്ളത് ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അവരതിന്റെ പീക്ക് രീതിയിലുള്ള പ്രൊമോഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ മമ്മൂക്ക സിനിമകളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം, മമ്മൂക്കയുടെ സിനിമകൾക്ക് ഒരു പ്രോപ്പർ പ്രൊമോഷൻ കിട്ടാറില്ല. അതിപ്പോ ഒരു കൊമേഴ്ഷ്യൽ സിനിമകളാണെങ്കിൽ പോലും. ഇപ്പൊ മമ്മൂട്ടി കമ്പനീന്റെ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സിനിമ അടുത്ത ആഴ്ച ഇറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ അതിന് ഒരു ഫസ്റ്റ് ഡേ, ഒരു ഇനീഷ്യൽ, അത് ഫാൻസിന്റെ ഇടയിലൊക്കെ തന്നെ ഒരുപാട് ആ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടുന്നത് വലിയൊരു ഗ്രാൻഡ് സ്കെയിലിൽ വരുന്നില്ലല്ലോ എന്നുള്ളത്. ആൻഡ് അങ്ങനെ ഇരിക്കുകയാണ് ക്യൂബ്സ് വന്നത്. ക്യൂബ്സ് വന്നപ്പോൾ ഓക്കെ, ഇത് ഉഷാറാവും എന്ന് വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു അടിപൊളിയായിരിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയിൽ അവർ വലിയ സംഭവമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു എന്നുള്ളത്. പിന്നീട് അത് ഡ്രോപ്പായി. അപ്പോൾ ഡ്രോപ്പായ സമയത്ത് വിചാരിച്ചു ഇനി സംഭവിക്കില്ല എന്നുള്ള. അപ്പോഴാണ് ഖാലിദ് റഹ്മാൻ മമ്മൂക്ക ഒരു വേറെ പ്രൊജക്റ്റും, ക്യൂബ്സ് എന്റർടൈൻമെന്റ് മമ്മൂക്ക ഇനി വേറൊരു പ്രൊജക്റ്റും വരും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ക്യൂബ്സിന്റെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അൻവർ റഷീദ് ചെയ്യാൻ പോകുന്നു, അമൽ നീരദിന്റെ പേര് വന്നിരുന്നു, അങ്ങനെ ഒരുപാട് അടിപൊളി ഡയറക്ടേഴ്സിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. ആൻഡ് അൻവർ റഷീദിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഉടനെ തന്നെ ഒരു അപ്ഡേറ്റ് വരും എന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ ക്യൂബ്സ് ആണെങ്കിലും മമ്മൂക്കനെ പോലത്തെ ഒരു ആക്ടർ, ഒരു സ്റ്റാറിനെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ മാക്സിമം രീതിയിൽ യൂസ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പ്രോപ്പർ ഒരു നല്ല ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഒരു നല്ല പ്രൊജക്റ്റും നല്ലൊരു ഡയറക്ടറും വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. അപ്പോ ഖാലിദ് റഹ്മാൻ മമ്മൂക്ക പ്രൊജക്ട് അത് എപ്പോൾ സംഭവിക്കും ആയിരുന്നു പിന്നുള്ള ഒരു കൺഫ്യൂഷൻ. കാരണം മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസിന് ശേഷം, ഹെൽത്ത് ഇഷ്യൂ വന്നതിന് ശേഷം ഒരുപാട് സിനിമകൾ അവിടെ ഇവിടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിതീഷ് സഹദേവ് ഒരു ഗാങ്സ്റ്റർ ഫൺ പടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷൂട്ട് ഇപ്പോൾ മമ്മൂക്ക ധനുഷിന്റെ മൂവിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിതീഷിന്റെ സിനിമയായിരിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ പൊളിച്ചടക്കിയിട്ടാണ് പെട്ടെന്ന് ഒരു ടൈറ്റിൽ പോസ്റ്റർ വന്നിട്ടുള്ളത്. ഇന്നലെ ടൈറ്റിൽ വരും എന്ന് പറയായിരുന്നു. ഇന്ന് റിലീസായി. മട്ടാഞ്ചേരി മാഫിയ. അത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മട്ടാഞ്ചേരി മാഫിയ. അല്ലെങ്കിലേ മമ്മൂക്കേനെ ഒക്കെ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറഞ്ഞിട്ടാണ് റെഫർ ചെയ്യണത്. മമ്മൂക്ക, അൻവർ റഷീദ്, അമൽ നീരദ്, ആഷിഖ് അബു ഇവരൊക്കെ. ആൻഡ് അത് അതേപോലെ തന്നെ മട്ടാഞ്ചേരി മാഫിയ. ആൻഡ് അതിന്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്ലസ് മമ്മൂക്കയുടെ എന്താ പറയാ, ഞാൻ ആദ്യം വിചാരിച്ച മമ്മൂക്കയുടെ എം എന്നുള്ളതാണ്. പക്ഷെ ഒബ്വിയസ്ലി അതും കൂടെ ഉണ്ടായിരിക്കും. മട്ടാഞ്ചേരി എന്ന് എഴുതിയിട്ടുള്ളതും മാഫിയയ്ക്കും ഒറ്റൊരു വലിയൊരു എം ആയിട്ട് എഴുതിയിട്ടുള്ള. ആൻഡ് ഡെഫിനറ്റ്ലി മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നുള്ള ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഇതൊന്നുമല്ല എന്നെ ഞെട്ടിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആസിഫ് അലി, നസ്ലിൻ, മമ്മൂട്ടി. അപ്പൊ ആസിഫ് അലി മമ്മൂക്ക കോംബോയിൽ ഒരു സിനിമ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് റൂമേഴ്സും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആസിഫ് അലി മമ്മൂക്ക ഒരു കോംബോ പടം വരാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഇതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലും വേറെ കുറെ നസ്ലൻ ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ അറിയണ കാര്യമായിരുന്നു. അതുകൊണ്ട് വലിയ സർപ്രൈസിംഗ് ആയി തോന്നിയില്ല. നസ്ലൻ, അതുപോലെ ജോർജ് ജോർജിന്റെ ഒക്കെ പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലത്ത് വായിച്ചു. അപ്പോ ആസിഫ് അലി, നസ്ലൻ, മമ്മൂട്ടി കോംബോയിൽ ഒരു സിനിമ വരുന്നു. ആൻഡ് ഈ പോസ്റ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആസിഫ് അലി, നസ്ലൻ. അപ്പോൾ എല്ലാവരും സംശയിക്കും ആസിഫ് അലിയുടെ പേരൊക്കെ ആദ്യം എഴുതിയിട്ടില്ല, ഇനി ഇതൊരു ആസിഫ് അലി സിനിമയാണെന്നുള്ളത്. ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ സിനിമ തന്നെയാണ്. കാരണം മമ്മൂട്ടി എന്ന് എഴുതിയിട്ടുള്ളത് ഒരു ഫോൺ സൈസ് കുറച്ചും കൂടെ കൂടുതലാണ്. നന്നായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവും. ഞാൻ ഇങ്ങനെ വെറുതെ സുമ്മിതൊക്കെ നോക്കിയപ്പോൾ കണ്ടതാ. പിന്നെ മട്ടാഞ്ചേരി എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഒരു വാൾ പോലെ, ഒരു മതിൽ പോലെ കൊടുത്തിട്ടുള്ള മട്ടാഞ്ചേരി മാഫിയ. ആൻഡ് ഈ ഒരു ടൈറ്റിൽ കണ്ട സമയത്ത് തന്നെ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്താ അറിയോ, ഭീഷ്മപർവ്വം. മമ്മൂക്ക മറ്റേ മുടിയൊക്കെ വളർത്തി ബ്ലാക്ക് ആ ഒരു സംഭവം എന്റെ മനസ്സിൽ വന്നട്ടോ. ആൻഡ് ആ ഒരു രീതിയിലുള്ള സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല. കാരണം എന്താ പറയാ, ഇതും ഒരു ഗാങ്സ്റ്റർ ഫൺ സിനിമയാണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനിയിപ്പോ അതിന്റെ വരും ദിവസങ്ങളിൽ വരുന്ന അപ്ഡേറ്റ്സിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് രീതിയിലുള്ള സിനിമ ആയിരിക്കും എന്നുള്ളത്. ഈ ഒരു പോസ്റ്റർ ഒരു ഗാങ്സ്റ്റർ പടം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ മാഫിയ എന്ന് പറഞ്ഞ സംഭവം, അതൊരു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ഒരു ലോക്കൽ ഗാങ്സ്റ്റർ പടം പോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. പ്ലസ് ഖാലിദ് റഹ്മാനാണ് ഡയറക്ട് ചെയ്യണത്. അത് തന്നെയാണ് ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഖാലിദ് റഹ്മാൻ മമ്മൂക്ക കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് അവർ രണ്ടുപേരും ഒരു എന്താ പറയാ ജോയിൻ ചെയ്യണത്. എനിക്ക് തോന്നുന്നു 7 years അല്ലെ, 6 years ഒക്കെ ആയോ ഇറങ്ങിയ ഇത്രയും കാലത്തിന് ശേഷമാണ് ഒരു സിനിമ വരുന്നത്. അപ്പോ
അപ്പൊ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡഡ് ഡയറക്ടർ തന്നെയാണ് മാർക്കറ്റിലുള്ള. പ്ലസ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിംഷി ഖാലിദാണ് സിനിമോട്ടോഗ്രഫി ആൻഡ് എഡിറ്റർ നൗഫൽ അബ്ദുള്ള, മ്യൂസിക് റെക്സ് വിജയൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ സുഷിൻ ഷ്യാം. അപ്പോൾ അതന്നെ പറഞ്ഞു, ഒരു മട്ടാഞ്ചേരി ഗ്യാങ്ങിന്റെ ഒരു പടം, മട്ടാഞ്ചേരി മാഫിയ. അപ്പോൾ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൻഡ് സുഷിൻ ശ്യാമാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യണത്. അത് വീണ്ടും ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റാണ് സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരാന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ സുഷിനും കൂടെ വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭീഷ്മപർവത്തിന്റെ ഒരു സംഭവം എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ആയി പോയത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പടം തന്നെ ആവട്ടെ. കാരണം ഭീഷ്മപർവൊക്കെ കോവിഡ് ആ ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പീക്ക് പൊട്ടൻഷ്യലിലേക്ക് ആ സിനിമ എത്തിയിട്ടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സിനിമയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, ആ ഒരു രീതിയിലേക്ക് അത് എത്തി. ഡെഫിനറ്റ്ലി അതൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. പക്ഷെ അത് ബോക്സ് ഓഫീസ് വൈസ് കുറച്ചും കൂടെ കളക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അതിന്റെ സിറ്റുവേഷൻ, അത് ഇറങ്ങിയ ഒരു ടൈം മൊത്തത്തിൽ ഒന്നും ഓക്കെ ആയില്ല. അപ്പോ ഈ ഒരു സിനിമ അതൊക്കെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊണ്ടുവരട്ടെ. ആൻഡ് ഫാൻസിന് തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാവേണ്ട സമയം തോന്നുന്നു. കാരണം ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം മമ്മൂക്കയുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ, അത് ഡെഫിനറ്റ് ആയിട്ടും മമ്മൂക്ക എന്ന് പറയുന്ന സ്റ്റാറിനെ ഇങ്ങനെ ഒന്ന് ഫ്ലെക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആൻഡ് അതിൽ ഒരു സിനിമ ഇപ്പോൾ ലോക്കായി, അതിന്റെ ടൈറ്റിൽ വന്നു. അടുത്ത ഇനി നിതീഷ് സഹദേവ് അതും ഇതേപോലെ ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ പടമാണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അതിന്റെ ടൈറ്റിൽ ഉടനെ തന്നെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ 2 പടങ്ങൾ ഇപ്പോ ഓൺ കാർഡ്സ് ഉണ്ട്. ആൻഡ് ഇനി ആ ക്യൂബ്സിന്റെ പടം കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ട്രീറ്റ് ആയിരിക്കും. അപ്പൊ മമ്മൂക്കയുടെ വരാൻ പോണ സിനിമകളൊക്കെ അത്യാവശ്യം പ്രോമിസിങ് സിനിമകളാണ്. ഇപ്പൊ ഒരുപാട് എന്താ പറയാ, ഇങ്ങനെ എക്സ്പെരിമെന്റൽ സിനിമകൾ ചെയ്യണു. ഡെഫിനറ്റ്ലി മമ്മൂക്ക എന്ന് പറഞ്ഞുള്ള ആക്ടറിന്റെ ഒരു മാക്സിമം എന്താണെന്നുള്ള കാണിച്ചു തന്ന കുറച്ച് വർഷങ്ങളായിരുന്നു ലാസ്റ്റത്തെ കുറച്ച് വർഷങ്ങൾ. അപ്പോ ഇനി ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ മമ്മൂക്ക ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കണം. എന്തായാലും തീരുമെന്ന് ആഗ്രഹിക്കണം. അപ്പൊ എന്തായാലും കിടിലൻ പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടൈറ്റിൽ. നീമൻ അതിന്റെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതിയും ആ ഫോണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മട്ടാഞ്ചേരി മാഫിയ അടിപൊളിയാവും. ഇനി ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരട്ടെ. വരുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യും. ആൻഡ് ക്യൂബ്സിന്റെ സിനിമ അപ്പോഴും ഒരു വിഷമം. കാരണം അവരെ കയ്യിൽ കിട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിൽ അവർ പ്രസന്റ് ചെയ്യുന്നു, ലൈവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. എന്തായാലും അതും ഉടൻ തന്നെ വരും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വേഗം വരുന്നുണ്ടാവും അതിന്റെ ഒരു അപ്ഡേറ്റ്. അവർ ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സാധനം കൊണ്ടുവരണം മമ്മൂക്കനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതൊരിക്കലും ഡ്രോപ്പ് ആയി പോയിട്ടില്ല. ആ ഒരു സിനിമ എന്തായാലും വരും. അവര് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് അവരും പറയണത്. സോ ഡെഫിനറ്റ്ലി ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഈ സിനിമയും നന്നാവട്ടെ, അതും ഒരു അടിപൊളി സിനിമയായിട്ട് വരട്ടെ. ഐ മീൻ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ മമ്മൂക്ക ഫാൻസ് എല്ലാവരും ലൈക്ക് അടിക്കും. മമ്മൂക്ക ഫാൻസിനെ ഇപ്പൊ ഞാനൊരു മമ്മൂക്ക ഫാനായിട്ട് എനിക്കറിയാം. ഒരു തിയേറ്ററിൽ പോയിട്ട് നമുക്കൊന്ന് പ്രോപ്പർ ആയിട്ട് ഒന്ന് ഇപ്പൊ ഭീഷ്മപർവൊക്കെ കണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയായിരുന്നു തിയേറ്ററിലൊക്കെ പോയിട്ട് ഫസ്റ്റ് ഷോ ഒക്കെ. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പടം വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അഡാർ സാധനം ഇറക്കി വിടുന്നത്, മട്ടാഞ്ചേരി മാഫിയ. ഇനിയിപ്പോ എന്തായാലും മട്ടാഞ്ചേരി മാഫിയയുടെ പിന്നാലെയാണ്. അപ്പോ ബാക്കി അപ്ഡേറ്റ്സ് നമ്മളെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.